ശരിക്കും എത്ര 2 മാസത്തോളം പിന്നിട്ടിരിക്കുന്നു. അപ്പൊ 2 മാസങ്ങൾക്ക് ശേഷമുള്ള സുഗാന്തിന്റെ കീഴടങ്ങൽ, നാടകീയമായ കീഴടങ്ങൽ. അതായത് അത് ഈ ഒരു കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കുന്നു, ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് നീട്ടി നീട്ടി വെക്കുന്നു, ജാമ്യാപേക്ഷ തള്ളി ആ സ്പോട്ടിൽ വന്ന് കീഴടങ്ങുന്നു. എല്ലാം കൃത്യതയോടെ പ്ലാനിങ്ങോടെ. അപ്പോ തീർച്ചയായിട്ടും ഈ പോലീസിന് ഇത്രയും കാലം സുഗാന്തിനെ പിടിക്കാൻ കഴിഞ്ഞില്ല എന്നത് അത് പോലീസിനെ സംബന്ധിച്ച് വലിയൊരു നാണക്കേടായിട്ട് മാറിയിരിക്കുകയാണ്. അതെ, ഈ സുഗാന്തിനെ തിരക്കി ഇതര സംസ്ഥാനങ്ങളിൽ പോകുന്നു, ചെന്നൈയിലൊക്കെ പോയി കുറെ തെരച്ചിലൊക്കെ നടത്തി. പക്ഷെ ഇപ്പോൾ വിവരം പുറത്തു വരുന്നത് ഈ സുഗാന്ത് ഇത്രയും കാലം കൊച്ചിയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ്. അപ്പോൾ എന്ത് അന്വേഷണമാണ് ഇവിടെ ഉണ്ടായത്? കാരണം ഈ ഒരു അന്വേഷണത്തിൽ നിന്ന് വിട്ടു നിൽക്കാനായിട്ട് തിരുവനന്തപുരത്തെ പേട്ട പോലീസ് സ്റ്റേഷനിലുള്ള ഉദ്യോഗസ്ഥരൊക്കെ അലംഭാവം കാണിച്ചു തരത്തിൽ പല റിപ്പോർട്ടുകൾ പുറത്തു വന്നതാണ്. ഇതിനിടയിലാണ് ഈ പറയുന്ന പ്രതി കൊച്ചിയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ള വിവരം പുറത്തു വന്നിരിക്കുന്നത്. അതെ, അപ്പോ ഈ പോലീസിന് അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് വലിയ രീതിയിലുള്ള വീഴ്ച ഉണ്ടായിരുന്നു. തുടക്കം മുതൽ ആക്ഷേപം ശക്തമായിരുന്നു. അതായത് ഒരു ലൂപ്പ് ഹോൾ, അതായത് പ്രതിക്ക് രക്ഷപ്പെടാനുള്ള ഒരു അവസരം പോലീസ് ഒരുക്കി കൊടുത്തു. അതായത് ഈ കുട്ടി മരിച്ച ആ സമയം മുതൽ തന്നെ കുട്ടിയുടെ മാതാപിതാക്കൾ ഇന്ന വ്യക്തിയാണ് പിന്നിലെന്ന് കൃത്യമായ തെളിവുകൾ അടക്കം രംഗത്ത് വന്നിട്ട് പോലും തുടക്കത്തിൽ ഒരു ഉഴപ്പൻ മനോഭാവം സ്വീകരിച്ചു. അതുകൊണ്ട് പ്രതിക്ക് രക്ഷപ്പെടാൻ, അത് 2 മാസത്തോളം രക്ഷപ്പെടാനുള്ള അവസരം ഒരുക്കപ്പെട്ടു, തയ്യാറാക്കപ്പെട്ടു, അല്ലെങ്കിൽ അത്തരത്തിലൊരു അവസരം ഒരുങ്ങി വന്നു എന്നതടക്കമുള്ള ആരോപണം അന്വേഷണ സംഘത്തിനെതിരെ തുടക്കം തന്നെ ഉണ്ടായിരുന്നതാണ്. ഇപ്പൊ 2 മാസത്തിന് ശേഷം പ്രതി കീഴടങ്ങുന്നതും കൊച്ചിയിൽ നിന്ന് തന്നെയാണ്. ഇതുപോലെ പറഞ്ഞതുപോലെ അന്യ സംസ്ഥാനത്തേക്ക് കടന്നു കാണും എന്ന രീതിയിൽ അന്യ സംസ്ഥാനത്തേക്ക് പോകുന്നു. എല്ലാ അന്വേഷണം നടത്തിയിട്ടും ബെയില് തള്ളി, അതായത് ജാമ്യാപേക്ഷ തള്ളി ആ ഒരു ദിവസം തന്നെ പിറ്റേന്ന് തന്നെ വന്ന് കീഴടങ്ങിയിരുന്നു. അപ്പൊ എല്ലാം പ്ലാനിങ്ങും കൃത്യതയോടെയും നേരത്തെ തന്നെ ആരോപണം ഉണ്ടായിരുന്നു. ഉന്നതരുടെ ഒരു സംരക്ഷണം സുഗാന്തിനുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും ദിവസം ഒളിവിലായിരിക്കാൻ കഴിയുന്നത് എന്നതടക്കമുള്ള ആരോപണങ്ങൾ ശക്തമായിരുന്നു. അതൊക്കെ ഏതാണ്ട് ശരിവെക്കുന്ന രീതിയിലുള്ള സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും പ്രതി കീഴടങ്ങി, പ്രതിയെ അറസ്റ്റ് ചെയ്തു അല്ലെ. അപ്പോ എന്തായാലും ഈ ഒരു ഉദ്യോഗസ്ഥയുടെ മരണം നടന്നിട്ട് 2 മാസം പിന്നിട്ടിട്ടാണ് പ്രതിയുടെ കീഴടങ്ങലും അറസ്റ്റും എന്നതൊക്കെ ഏറ്റവും ശ്രദ്ധേയമാണ്. അല്ല, പ്രതിക്ക് ഇപ്പോൾ കൂടുതൽ, അതായത് ഈ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യാനുണ്ടായ ആ ഒരു അത്തരത്തിലുള്ള ഒരു അവസ്ഥയെ കുറിച്ചൊന്നും അല്ല പ്രതിക്ക് ആശങ്ക മുഴുവൻ പ്രതിയുടെ ചാറ്റ് ചോർന്നു എന്നതിലാണ് പ്രതിക്ക് ഏറെ ആശങ്ക ഉയർന്നിരിക്കുന്നത്. അതായത് ഇവരുടെ ടെലഗ്രാമിലുള്ള സംഭാഷണമാണ് പുറത്തായത്. കാരണം ഇയാൾ നിരന്തരമായി ഈ പെൺകുട്ടിയോട് ചോദിക്കുന്നുണ്ട്, നീ എന്ന് ആത്മഹത്യ ചെയ്യും, കാരണം നീ ഒഴിഞ്ഞു പോയാൽ മാത്രമേ എനിക്ക് മറ്റൊരു പെൺകുട്ടിയുണ്ട്, അവളെ വിവാഹം ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് അയാൾ നിരന്തരമായി പറയുന്നുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടി ഏറ്റവും ഒടുവിലായി പറയുകയാണ്, ഞാൻ 9-ാം തീയതി, അതായത് ഓഗസ്റ്റ് 9-ന് ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന്. നീ എപ്പം മരിക്കും എന്ന് ചോദിക്കുന്നുണ്ട്, നീ എപ്പം മരിക്കും. അപ്പൊ ഇവനെയൊക്കെ പോലുള്ളവന്മാരെ എങ്ങനെ സ്നേഹിക്കുക അല്ലെങ്കിൽ സ്നേഹിക്കാൻ കഴിഞ്ഞു എന്നതാണ്. ഇവന്മാരുള്ളിലെ മൃഗങ്ങൾ ശരിക്കും പുറത്തേക്ക് വന്നത് എല്ലാ ആവശ്യങ്ങളും കഴിഞ്ഞപ്പോഴായിരിക്കും. ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച ചെന്നായ പുറത്തേക്ക് വന്നത്. അപ്പോ ഈ ഒരു ചാറ്റ് കണ്ട അക്ഷരാർത്ഥത്തിൽ നമ്മുടെ നെഞ്ച് നീറിപ്പോവാണ്. ആ പെൺകുട്ടി ഈവൻ മരണത്തിലോട്ട് തള്ളിവിടുകയാണ്. നീ പോയി മരിക്കുക എന്ന രീതിയിലേക്കും പറഞ്ഞ് മരണത്തിലേക്ക് തള്ളിവിടായിരുന്നു. ഇവര് ലിവിങ് ടുഗദർ ആയിരുന്നു. ഇതിനിടയിൽ തന്നെയാണ് ഇയാളിലൂടെ ഈ പെൺകുട്ടി ഗർഭം ധരിക്കുന്നു. ഏറ്റവും ഒടുവിലായിട്ട് ഇയാൾ തിരുവനന്തപുരത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് ഇയാളുടെ ഭാര്യ ഉയർന്ന ഉദ്യോഗത്തിന് വേണ്ടി പഠിക്കണം, അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ കുഞ്ഞുണ്ടായാൽ അത് തങ്ങൾക്കൊരു തടസ്സമാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഗർഭചിത്രത്തിന് ഇരയാക്കുകയാണ് ചെയ്തത്. ഇതിനുശേഷമാണ് തീർച്ചയായിട്ടും ഇയാളുടെ യഥാർത്ഥ മുഖം ചിലപ്പോൾ ഈ പെൺകുട്ടി അറിയാൻ തുടങ്ങിയത്. കാരണം ഈ സുഗാന്ത് ഒരേ സമയം തന്നെ 3-4 IB ഉദ്യോഗസ്ഥകളുമായി ഒരേ സമയം ബന്ധം സ്ഥാപിച്ചിരുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇത്തരത്തിൽ പെൺകുട്ടികളെ ചൂഷണം ചെയ്തുകൊണ്ട് അവരിൽ നിന്ന് പണം തട്ടി സുഖലോലുപനായി ജീവിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമായിരുന്നു ഈ പ്രതിക്കുണ്ടായിരുന്നത്. അതായത് അവരെ മാക്സിമം ഉപയോഗിക്കുക, ഇതിനുശേഷം അവരെ തള്ളിക്കളയുക എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഈ പ്രതി തുടർന്നുകൊണ്ടിരുന്നത്. അതെ, അപ്പൊ ഈ പ്രതി എന്നിട്ട് ആ പെൺകുട്ടിയോട് ആ ചാറ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തുമാത്രം ഒരു പ്രഷർ ഇയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. നീ പോയി മരിക്കുക, അല്ലെങ്കിൽ നീ ആത്മഹത്യ ചെയ്യുക, നീ മരിച്ചിട്ട് വേണം എനിക്ക് അടുത്ത ജീവിതത്തിലോട്ട് പോവാൻ എന്ന രീതിയിൽ എത്രമാത്രം, അതായത് അത്രത്തോളം ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരാളുടെ ഭാഗത്ത് നിന്ന് ആ പെൺകുട്ടി നേരിട്ടിരിക്കുന്ന ഒരു എന്ന സമ്മർദ്ദമാണിത്. നീ പോയി അവൻ സ്നേഹിച്ച് അല്ലെങ്കിൽ താൻ സ്നേഹിച്ച് താൻ എല്ലാം കൊടുത്ത് എല്ലാം വിശ്വസിച്ച് തന്റേതായിട്ടുള്ള എല്ലാം അവന് നൽകി അവന് സമർപ്പിച്ചു കഴിഞ്ഞു. എന്നിട്ട് അവസാനം അവൻ തന്നെ പോയി ചാകുക എന്ന് പറയുന്ന ഒരു അവസ്ഥ, ആ പെൺകുട്ടി കടന്നുപോയ മാനസികാവസ്ഥ എന്താണെന്ന് നമുക്ക് ചിന്തിക്കാവുന്ന അപ്പുറമാണ്. എന്തുമാത്രം മാനസികമായിട്ട് തളർന്നിട്ടുണ്ടാവും കുട്ടി. അല്ലെ, ഈ സുഗാന്ത് ആദ്യമൊക്കെ ഈ ജാമ്യ ഹർജിയിൽ പറഞ്ഞിരുന്നത്
അതായത് പെൺകുട്ടിയുടെ വീട്ടുകാരാണ് തനിക്കൊപ്പം ജീവിക്കാൻ സമ്മതിക്കാത്തത്, കാരണം തന്നോടുള്ള ബന്ധം ഒഴിയണമെന്ന് അവർ ആവശ്യപ്പെടുന്നു, അത് കാരണമാണ് അവൾ ഇത്തരത്തിൽ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ജാമ്യ ഹർജിയിൽ പറഞ്ഞത്. പക്ഷെ അതെല്ലാം കള്ളത്തരമാണെന്ന് പൊളിച്ചുകൊണ്ടാണ് ഈ ഒരു ചാറ്റ് പുറത്തു വന്നിരിക്കുന്നത്. കാരണം ഇയാൾ തന്നെ അങ്ങോട്ടേക്ക് ആവശ്യപ്പെടുകയാണ്, നീ എപ്പോഴാണ് ആത്മഹത്യ ചെയ്യുന്നത്, നീ ആത്മഹത്യ ചെയ്താൽ മാത്രമേ എനിക്ക് മറ്റൊരു പെൺകുട്ടിയുമൊത്ത് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയെ ഫോഴ്സ് ചെയ്യുകയാണ്. കാരണം അത് മാത്രമല്ല, ഈ ഒരു ആത്മഹത്യ ഉണ്ടാകുന്ന തൊട്ട് മുൻപ് പോലും താൻ എത്തൊരു സ്റ്റുപ്പിഡ് ജന്മമാണെന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി പോലും മറ്റ് സഹപ്രവർത്തകരുടെ മുന്നിൽ നിന്ന് പൊട്ടിക്കരയുകയായിരുന്നു. അപ്പോൾ അത്രത്തോളം ആ ഒരു റെയിൽവേ ട്രാക്കിലേക്ക് പോകുമ്പോൾ പോലും ആ പെൺകുട്ടി ഫോൺ ചെയ്യുന്നുണ്ട്, സെക്കൻഡുകൾ മാത്രമുള്ള കോളുകളാണ്. അപ്പോൾ താൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് എന്ന് ഈ സുഗാന്തിനെ ആ പെൺകുട്ടി വിവരം അറിയിക്കുന്നുണ്ട്. എന്നിട്ട് പോലും ആ പെൺകുട്ടി അതിൽ നിന്ന് അത്തരം ഒരു ചിന്തയിൽ നിന്ന് മാറ്റണമെന്നൊരു ഉദ്ദേശം പോലും ആ പ്രതിക്ക് ഉണ്ടായിരുന്നില്ല. തീർച്ചയായിട്ടും ആത്മഹത്യ എന്ന് പറയുന്നത് ആ പെൺകുട്ടി ചെയ്തേ പറ്റൂ എന്നുള്ളൊരു വഴിയിലേക്ക് ആ പെൺകുട്ടിയെ കൊണ്ട് തള്ളിയിടുകയായിരുന്നു. അതെ, ഈ അവസാന നിമിഷം സുഗാന്തിനോടാണ് സംസാരിച്ചതെന്ന് പറയുന്നുണ്ട് ഈ ഉദ്യോഗസ്ഥ. അപ്പോ ഈ അവസാന നിമിഷവും സംസാരിച്ചത് നീ മരിക്കുന്നാണോ അവൻ പറഞ്ഞതെന്ന് പോലും ഇപ്പൊ സംശയം ഉയരുന്നുണ്ട്. കാരണം അത്തരത്തിലുള്ള ചാറ്റുകളാണല്ലോ പുറത്തു വന്നത്. അപ്പോ അതിനുശേഷം ഈ ഹോസ്റ്റലിൽ വിളിച്ചിട്ട് ഈ പെൺകുട്ടി അവിടെ എത്തിയോ എന്ന് ഉറപ്പിക്കുന്നുണ്ട്, മരിച്ചോ ഇല്ലയെന്ന് ഉറപ്പിച്ചതായിരിക്കും ചിലപ്പോ ഈ പ്രതി. അപ്പൊ എത്രയും നികൃഷ്ടനായ, ഇത്രയും ക്രൂരനായ, ഒരു കണ്ണിച്ചോരയില്ലാത്ത പ്രതി ആയി സുഗാന്ത് മാറിയിരിക്കുകയാണ്. ഈ ചാറ്റ് കൂടി പുറത്തു വന്നപ്പോ അക്ഷരാർത്ഥത്തിൽ എന്തുമാത്രം ദുഷ്ടനെയായിരുന്നു ഈ ഒരു വ്യക്തി സ്നേഹിച്ചത് എന്നതടക്കമുള്ള തെളിവാണ് ഈ ചാറ്റൊക്കെ പുറത്തു വന്നതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, അന്വേഷണം ഏതാണ്ട് നിലച്ച സ്ഥിതിയിൽ എത്തിയപ്പോഴാണ് കൊച്ചി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ ഓഫീസിലെത്തി പ്രതി കീഴടങ്ങിയിരിക്കുന്നത്. സുഗാന്തിനെ തേടി പരക്കം പാച്ചിലായിരുന്നു. IB അന്വേഷിക്കുന്നു, പോലീസ് അന്വേഷിക്കുന്നു, എല്ലാറ്റിനൊടുവിൽ പ്രതി തന്നെ വന്ന് കീഴടങ്ങിയിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ പോലീസ് സുഗാന്തിന്റെ മുന്നിൽ കീഴടങ്ങി എന്ന് പറയുന്നതിലും തെറ്റൊന്നും ഇല്ല എന്ന് തോന്നുന്നു. എന്തായാലും ആ ഒരു കുടുംബത്തിന്റെ ഒരു അവസ്ഥ, ആ പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ അവസ്ഥ ഈ ചാറ്റൊക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിവരങ്ങൾ വരുമ്പോൾ ആ കുടുംബത്തിന്റെ അവസ്ഥ നമുക്ക് ചിന്തിക്കാവുന്നതിൽ അപ്പുറമാണ് അല്ലെ. ആ സ്വന്തം മകളെ മരണത്തിലേക്ക് അയാൾ തള്ളി വിടുകയായിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ ആ കുടുംബം എന്തുമാത്രം വേദന അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു നീതി കിട്ടുക എന്നതൊരു വലിയ ആവശ്യം തന്നെയാണ്. നീതി കിട്ടട്ടെ. എന്തായാലും സുഗാന്ത് കീഴടങ്ങിയല്ലോ. അന്വേഷണം നല്ല രീതിയിൽ നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുടുംബത്തിന് നമുക്ക് കൃത്യമായിട്ട് ഇനി വരാനുള്ള വിവരം എന്ന് പറയുന്നത്, എന്തിനാണ് ഈ പെൺകുട്ടി സൂയിസൈഡ് ചെയ്തത്, അതിന്റെ പ്രധാന കാരണം എന്താണ്, ഇയാളാണ് ആത്മഹത്യക്ക് തള്ളിവിടുന്നത് എന്നുള്ള തെളിവുകളൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. പക്ഷെ എന്തിനാണ് അത്തരത്തിൽ ആ പെൺകുട്ടിയെ ആത്മഹത്യ ചെയ്യാൻ ഫോഴ്സ് ചെയ്തത്? ഈ പറഞ്ഞ മറ്റൊരു വിവാഹത്തിന് വേണ്ടി മാത്രമാണെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. കാരണം ആ പെൺകുട്ടിയെ ഗർഭചിത്രത്തിന് വരെ വിധേയമാക്കിയിരുന്നു. ആ പെൺകുട്ടിയുടേതായിട്ടുള്ള എല്ലാ അതായത് ശമ്പളം മുഴുവനും മാസാമാസം ഈ പ്രതി കൈക്കലാക്കിയിരുന്നു. അതൊക്കെ എന്തിനാണ് ഈ പറയുന്നത് കൃത്രിമമായ തെളിവുകൾ ഉണ്ടാക്കി, വിവാഹിതരായി എന്ന കൃത്രിമ തെളിവുകളൊക്കെ ഉണ്ടാക്കി ഇത്തരത്തിൽ ഗർഭചിത്രം നടത്താൻ തുനിഞ്ഞത്? എന്തിനാണ് ആ പെൺകുട്ടിയുടെ കുടുംബത്തെ പോലും ഇത്തരം ആരോപണങ്ങളിൽ ആ കുടുംബം കാരണമാണ് ആ പെൺകുട്ടി സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചത് തരത്തിലൊക്കെ വരുത്തി തീർക്കാൻ ശ്രമിച്ചത് എന്ന അടക്കമുള്ള പല ചോദ്യങ്ങൾക്കും ഈ പറയുന്ന പ്രതി ഇപ്പോൾ നമുക്ക് ഉത്തരം തന്നേ പറ്റുകയുള്ളൂ. എന്തായാലും പെൺകുട്ടിയുടെ പിതാവിന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. ഈ മുൻകൂർ ജാമ്യം കിട്ടുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായി സുഗാന്ത് കൊച്ചിയിൽ ആരുടെ സംരക്ഷണയിലായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് സ്വാഭാവികമായിട്ടുള്ള സംശയമാണ് പിതാവ് ഉന്നയിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്രയും മാസം ഇപ്പോ ഈ ഒരു ലുക്കൌട്ട് നോട്ടീസ് വരെ ഇറക്കി ഒരു പ്രതിക്കായിട്ട് അന്വേഷണം നടക്കുമ്പോൾ 2 മാസത്തോളം സേഫ് ആയിട്ട് ഇരിക്കാനും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയപ്പോൾ കീഴടങ്ങാനും പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള സംരക്ഷണം സുഗാന്തിന് പ്രതിക്ക് കിട്ടിയിട്ടുണ്ടാകണം. അത് തന്നെയാണ് ഈ ഒരു IB ഉദ്യോഗസ്ഥരുടെ പിതാവും സംശയിക്കുന്നത്. തന്റെ മകളുടെ മരണത്തിന് ശേഷം ഇത്രയും നാൾ സുഗാന്ത് ഒളിവിലായിരുന്നു, രാഷ്ട്രീയ സ്വാധീനമായി ഉപയോഗിച്ചു എന്നതടക്കമുള്ള ആരോപണം ആ പിതാവ് ഉന്നയിക്കുന്നുണ്ട്. എത്രയും വേഗം സുഗാന്തിനെതിരെ കുറ്റപത്രം സമർപ്പിക്കണമെന്നും കോടതിയിൽ നിന്ന് നീതി കിട്ടുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ നാട്ടിലെ നിയമം അത് ആ കുട്ടിക്ക് നീതി കിട്ടട്ടെ എന്ന് ഏവരും ഒരേ സ്വരത്തിൽ ആഗ്രഹിക്കുന്നുണ്ട്. പരമാവധി ശിക്ഷ ഉറപ്പാക്കണമെന്നും ഈ മാതാപിതാക്കൾ പറയുന്നുണ്ട്. സുഗാന്തിനും പരമാവധി ശിക്ഷ. അപ്പോ ഒരു ആത്മഹത്യാ പ്രേരണ കുറ്റം മാത്രമായിരിക്കും ഇയാൾക്കെതിരെ ചുമത്തപ്പെടുക അല്ലെ. മാത്രമല്ല മറ്റ് ലൈംഗിക പീഡനം ആ ഒരു കേസൊക്കെ ഉണ്ടാകും. അപ്പൊ എന്തായാലും നിയമം ശക്തമായി ഈ പ്രതിക്ക് തക്കതായ ശിക്ഷ, ചെയ്ത തെറ്റിന് അർഹമായ ശിക്ഷ കൊടുക്കട്ടെ എന്ന് ആ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ഈ സ്വകാര്യ ചാറ്റുകളൊക്കെ പുറത്തായതിൽ ദുരൂഹതയുണ്ടോ എന്നൊരു സംശയം ഈ ബന്ധുക്കൾ പ്രകടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതായത് അതിലെന്ത് ദുരൂഹതയാണ് ഉള്ളത് എന്ന് എനിക്കറിയില്ല, എങ്കിലും അങ്ങനെ ഈ ഒരു സ്വകാര്യ ചാറ്റ് പുറത്തായതിൽ ദുരൂഹതയുണ്ട് എന്നാണ് ബന്ധുക്കളൊക്കെ സംശയം പ്രകടിപ്പിക്കുന്നത്. പിന്നെ
ഈ വിമർശനം പോലീസിനെതിരെയും കുടുംബം നേരത്തെ തന്നെ ഉന്നയിക്കുന്നുണ്ട്. ഈ സ്വകാര്യ ഫോൺ ചാറ്റ് പുറത്താകുന്നത് പോലീസിനെതിരെ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയാണ്. അതുകൊണ്ടാണ് ഒരു ദുരൂഹത ഉണ്ടോ എന്നൊരു സംശയം ഇവര് മുന്നോട്ട് വയ്ക്കുന്നത്. പോലീസാണ് ഇത് പുറത്തുവിട്ടതെന്നും സംശയകരമായ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നും ഈ IB ഉദ്യോഗസ്ഥരുടെ കുടുംബം സംശയം മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോ അവരുടെ സംശയം ആ രീതിക്ക് അങ്ങ് പോട്ടെ അല്ലെ. അപ്പൊ എന്തായാലും വലിയ രീതിയിലുള്ള അന്വേഷണം എല്ലാത്തിനും ഒടുവിൽ സുഗാന്ത് കീഴടങ്ങുന്നു. അപ്പോ ഇനി അന്വേഷണം തെളിവെടുപ്പ് നടക്കേണ്ട സാഹചര്യം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോ തെളിവെടുപ്പ് അതുപോലെ തന്നെ ഈ തെളിവുകളെല്ലാം ഈ ചാറ്റൊക്കെ തീർച്ചയായിട്ടും പ്രതിയെ കൊടുക്കുന്ന രീതിയിലുള്ള ചാറ്റ് തന്നെയാണ്. പ്രതി തന്നെയാണ് പെൺകുട്ടിയെ മരണത്തിലേക്ക് തള്ളിവിട്ടത് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ചാറ്റുകളാണ്. ഇതൊക്കെ വലിയ ശക്തമായ തെളിവ് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു തെളിവുകളൊന്നും ഇനി മാഞ്ഞു പോകില്ല. പിന്നെ മാത്രമല്ല അവസാന നിമിഷം എന്താണ് സംസാരിച്ചത് എന്നൊരു കാര്യത്തിൽ ഒരു വ്യക്തത സുഗാന്തിന് മാത്രമേ പറയാൻ സാധിക്കൂ. കാരണം ആ പെൺകുട്ടിയുടെ ഫോണൊക്കെ തന്നെ ഈ ട്രെയിൻ ഇടിച്ചതുകൊണ്ട് തന്നെ ചിന്ന ഭിന്നമായി പോവുകയായിരുന്നു. അപ്പൊ അത് കാരണം ഇവരെന്താണ് സംസാരിച്ചത്, അല്ലെങ്കിൽ ഇവരുടെ അവസാന സന്ദേശങ്ങളൊക്കെ എന്തായിരുന്നു എന്ന തരത്തിൽ പല കാര്യങ്ങളും പുറത്തു വരാനുണ്ട്. കൂടുതലായും എന്താണ് ആ പെൺകുട്ടിയെ ഉപേക്ഷിക്കാനുണ്ടായ ഒരു പ്രധാന കാരണം? കാരണം ഇവര് തമ്മിൽ ലിവിങ് ടുഗദർ ആയിരുന്നു, ഗർഭചിത്രം നടത്തുന്നു. അപ്പോൾ ആ പെൺകുട്ടിയെ എല്ലാ തരത്തിലും ഇയാൾ ഉപയോഗിച്ച ശേഷം കളയുകയായിരുന്നു. അപ്പൊ അത്തരത്തിൽ ഒരു വഴിയുണ്ടാക്കിയ സംഭവം എന്താണ് എന്നതടക്കം പല കൃത്യമായ തെളിവുകളും ഇനിയും പുറത്തു വരാനുണ്ട് എന്നത് തന്നെയാണ്. മാത്രമല്ല ഈ സുഗാന്ത് ഈ ഒരു ചാറ്റ് ഉണ്ടല്ലോ, സുഗാന്തിന്റെയും ഈ പെൺകുട്ടിയുടെയും ചാറ്റുകൾ പുറത്തു വന്നപ്പോ പലരും സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇത്രയും കാലം വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ മുഖം ഒന്നും ഓർക്കാതെ ആ കുട്ടിക്ക് ഈ ഒരു വ്യക്തി ഇത്തരത്തിൽ പറഞ്ഞു എന്ന രീതിക്ക് എങ്ങനെ ആത്മഹത്യ ചെയ്യാൻ കഴിഞ്ഞു എന്നതടക്കമുള്ള ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. ശരിക്കും ആ ഒരു ചോദ്യമൊക്കെ അല്ലെ? അല്ല, അത് തീർച്ചയായിട്ടും ഇത്രയും നാളും സ്നേഹിച്ച മാതാപിതാക്കൾക്ക് മുന്നിൽ പോലും താൻ ഒന്നും അല്ലാതായി പോയെന്നൊരവസ്ഥ ചിലപ്പോൾ ആ പെൺകുട്ടി ചിന്തിച്ചിട്ടുണ്ടാവും. കാരണം ഏറെ സ്നേഹിച്ചിരുന്നതാണ്. ആ വീട്ടുകാരെ പോലും പലപ്പോഴും വേണ്ട എന്ന് പറഞ്ഞിട്ട് പോലും ആ പെൺകുട്ടി അയാളെ സ്നേഹിച്ചു, അയാൾക്കൊപ്പം നിന്നു. അപ്പൊ എന്നിട്ട് പോലും ഗർഭചിത്രം നടത്തി. അതാണ് ആ പെൺകുട്ടിക്ക് അതുകൊണ്ട് കുടുംബത്തോട് പോലും തുറന്നു പറയാൻ പറ്റാത്തൊരവസ്ഥ വന്നത്. അത് കാരണമായിരിക്കാം ആത്മഹത്യയാണ് ഇതിൽ വേണ്ടതെങ്കിൽ അത് തന്നെ ആവാം എന്ന രീതിയിലേക്ക് ആ പെൺകുട്ടി എത്തിച്ചേർന്നത്. മാത്രമല്ല ഈ ചാറ്റുകൾ ചോർന്നത് കോടതിയും ചോദ്യം ചെയ്തു. പോലീസിന്റെ കസ്റ്റഡിയിലുള്ള നിർണായക ചാറ്റുകൾ എങ്ങനെയാണ് ചോർന്നത് എന്ന് കോടതി ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായി. പോലീസിൽ നിന്ന് തന്നെയാണ് ഇത് ചോർന്നത് എന്ന് കരുതേണ്ടി വരുമെന്നും സിംഗിൾ ബെഞ്ച് നിരീക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഈ വാട്സപ്പ് ചാറ്റുകൾ എങ്ങനെയാണ് ചോർന്നത് എന്നത് അന്വേഷണം നടത്താമെന്ന് അധികൃതർ അറിയിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ചാറ്റുകൾ ശരിക്കും ആകാൻ പാടില്ലാത്തതായിരുന്നു അല്ലെ, പക്ഷെ പുറത്തായി. അപ്പോൾ ഇതിന് പിന്നിൽ ആരാണ് എന്ന ഒരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇനി നിയമത്തിന്റെ വഴിക്ക് വേണ്ട രീതിയിലുള്ള ഒരു ശിക്ഷ പ്രതിക്ക് നൽകട്ടെ. മറ്റ് തെളിവുകളൊന്നും തേഞ്ഞു മാഞ്ഞു പോകാതിരിക്കട്ടെ അല്ലെ. ശക്തമായ തെളിവുകളാണ് ഈ കുട്ടിയുടെ വീട്ടുകാർ തന്നെ നൽകിയിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും സുഗാന്ത് എന്ന വ്യക്തിക്ക് ചെയ്ത തെറ്റിനുള്ള ശിക്ഷ കിട്ടട്ടെ. വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലും ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.